ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനി പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്ത തിരുവചന ഭാഗം അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിലുള്ള ഒരു ശകലമാണ് ഞാൻ എടുക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ ദൈവത്തിന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം, ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം. ആത്മാവിലും സത്യത്തിലും പിതാവിനെ നമസ്കരിക്കുക. യേശു കർത്താവ് പറഞ്ഞ ഒരു വലിയൊരു സ്റ്റേറ്റ്മെന്റാണ്. ആരോടാണ് പറഞ്ഞതെന്ന് നമുക്കറിയാം. ശമര്യക്കാരത്തി സ്ത്രീയോടാണ്. ഇത്രയും വിവാദപരമായ ഒരു വലിയൊരു വിഷയം യേശു പ്രസന്റ് ചെയ്യുന്നത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യം നമ്മളത് കാണുന്നു. നമുക്കറിയാം, ഇന്ന് നമ്മുടെ പട്ടണത്തിൽ തന്നെ എത്ര ആരാധനാ സമൂഹങ്ങൾ ഉണ്ട്. പുതിയത് പലതും ഉടലെടുത്തുകൊണ്ടേയിരിക്കുന്നു. എന്താണ് വാസ്തവത്തിൽ ആരാധന? എന്താണ് ഈ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവാത്മാവ് നൽകിയ ചില പ്രകാശനങ്ങൾ നാം ഒരുമിച്ച് ചിന്തിക്കുകയാണ്. യേശുവിൻ്റെ ഈ ലോകത്തിലെ ശുശ്രൂഷയുടെ പ്രാരംഭത്തിൽ തന്നെ ഉപവാസം കഴിഞ്ഞ ഉടനെ പിശാച് യേശുവിനെ പരീക്ഷിച്ചതായി നാം വായിക്കുന്നു. 3 പരീക്ഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 3 ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഈ 3 പ്രലോഭനങ്ങളാണ് യേശുവിന്റെ മുമ്പാകെ വെച്ചത്. നമുക്കറിയാം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം നാം വായിക്കുമ്പോൾ, ലൂക്കോസ് 4-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം മുതൽ, പിശാച് യേശുവിനെ ഉയർന്ന ഒരു മലയിൽ കൂട്ടിക്കൊണ്ടുപോയി. കൂട്ടിക്കൊണ്ടുപോയ ശേഷം ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം. അത് എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവനെ ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകും എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ലോകരക്ഷകനായിട്ടാണ്. സാത്താന്റെ അധികാരത്തിൽ കിടക്കുന്ന ജീവിതങ്ങളെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാനായിട്ടാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്, മാനവരാശിയുടെ പാപപരിഹാര ബലിയായി. എന്നാൽ ഇവിടെ യേശുവിൻ്റെ അടുക്കൽ പിശാച് ഒരു ഓഫർ വയ്ക്കുകയാണ്. ആ വാക്ക് ഞാൻ സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത്, ഓഫർ.
നീ എന്നെ ആരാധിച്ചാൽ, നീ എന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. ലോകവും അതിൻ്റെ മഹത്വവും അധികാരവും എല്ലാം ഞാൻ നിനക്ക് തരാം. നമസ്കരിച്ചാൽ മാത്രം മതി, ആരാധിച്ചാൽ മാത്രം മതി. യേശുവിൻ്റെ മറുപടി, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന മിക്ക ശുശ്രൂഷകളിലും ഓഫർ നൽകുന്ന ശുശ്രൂഷകളാണ്. നമ്മൾ കൂടുതൽ ആഴമായി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആരാധിക്കുമ്പോൾ വിടുതലാണ്, ആരാധിക്കുമ്പോൾ സൗഖ്യമാണ്, ആരാധിക്കുമ്പോൾ നന്മ ലഭിക്കും, അനുഗ്രഹം ലഭിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ ആരാധനയ്ക്ക് കടന്നു വരിക, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ഒരിടം. എന്നാൽ യേശു കർത്താവ് ഓഫറൊന്നും വെച്ചിട്ടില്ല. യേശു കർത്താവ് പറയുന്നത് നമുക്ക് ഈ ലോക ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം തരാനായി ആരാധിക്കണമെന്നല്ല യേശു കർത്താവ് പറഞ്ഞിട്ടുള്ളത്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വളരെ വ്യക്തമായി അവിടെ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 31 മുതൽ, ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. സ്വർഗസ്ഥനായ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്നറിയുന്നു. നാം ചോദിക്കാത്തൊരു ജീവിതം ഈ ഭൂമിയിൽ തന്നു. നമ്മൾ അർഹിക്കാത്ത പല നന്മകളും ദൈവം നമുക്ക് നൽകി. കഷ്ടങ്ങളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, വേദനകളുണ്ട്, രോഗങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഇതെല്ലാം അറിയുന്ന ഒരു പിതാവാണ് ഒരു ദൈവ പൈതലിന് ആശ്വസിക്കുവാനും പ്രത്യാശ വയ്ക്കുവാനും സമാധാനിക്കുവാനുള്ള ഒരു വലിയൊരു ഉറവിടം. അപ്പോൾ ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നുവല്ലോ. മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഉറപ്പായിട്ട് പറയാം. അന്വേഷിക്കേണ്ടത് അന്വേഷിക്ക് കണ്ടെത്തിയാൽ ബാക്കിയുള്ളതെല്ലാം തരാൻ കർത്താവ് മതിയായവനാണ്. ആദ്യം സീക്ക് ye first the kingdom of God and his righteousness. ഇന്ന് പലരും ആദ്യമായി അന്വേഷിച്ച് കണ്ടെത്തി ഉറപ്പാക്കേണ്ടതിലേക്ക് ശ്രദ്ധിക്കാതെ ഈ ലോക ജീവിതത്തിൽ നന്മകൾക്കായി, അനുഗ്രഹങ്ങൾക്കായി, ഉയർച്ചകൾക്കായി ആരാധിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ കാര്യമല്ല. പ്രാർത്ഥന വേറെ, ആരാധന വേറെ. അതിൻ്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ ദൈവത്തോട് യാചിക്കുന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിച്ച് അത് കണ്ടെത്തി അതിൽ പ്രവേശിച്ച്, അതാണ് ദൈവരാജ്യത്തിൽ കടക്കുക. പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയത്തില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആവർത്തിച്ച് കർത്താവ് പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ദൈവരാജ്യ പ്രവേശനത്തിൽ ആയിക്കഴിഞ്ഞൊരു വ്യക്തിക്ക് താൻ ആഗ്രഹിക്കുന്നെല്ലാം കൊടുക്കാമെന്നല്ല തിരുവചനം പറയുന്നത്. അതെ, അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതാനുഭവത്തിൽ ഇങ്ങനെ പറയുന്നു, ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കണം. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുയേശുവിൽ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരും. തന്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യ ഓഫർ പറയുന്ന ആരാധനകളെ സൂക്ഷിക്കണം. ദൈവം പറയുന്നതിനെ അന്വേഷിച്ച് കണ്ടെത്തി ഉറപ്പാക്കണം. പൗലോസ് ഇവിടെ പറയുന്ന പ്രസ്താവന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. റോമർക്ക് ലേഖനം 1-ാം അധ്യായം 10 ആ വാക്യത്തിലുള്ളത്, ഞാൻ
എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം. താനൊരു നിരീശ്വരവാദിയായിരുന്നില്ല എന്ന് നമുക്ക് നന്നായി അറിയാം. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കുന്ന മനുഷ്യൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് താൻ അനന്യനാണ്. ന്യായപ്രമാണത്തിൻ്റെ പാണ്ഡിത്യം അനുസരിച്ച് നോക്കുമ്പോൾ താൻ പരീശനാണ്. ദൈവസഭയെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സഭയെ ഉപദ്രവിച്ചവനാണ്. വളരെ ഒരു തീവ്രവാദിയായിരുന്നു. പക്ഷെ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് തനിക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ആരാധനാ ചൊല്ലുകളിലും കാണാപ്പാടങ്ങളിൽ നിന്നും മാറി എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എന്ന് പറയുവാനിടവന്നു. ഒരു പഴയ പാട്ട് നമുക്ക് ഓർമ്മയുണ്ട്. ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ ആത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം, ആത്മാവിലുള്ള സന്തോഷം. സംഗീതക്കാരൻ്റെ ഭാഷ പറഞ്ഞ രക്ഷയുടെ സന്തോഷം. എന്താണ് ആരാധന? നമ്മൾ കൂടി വരുന്നതിനൊക്കെയും നമ്മൾ ആരാധന എന്ന് പറയാറുണ്ട്. നമ്മുടെ ഒരു ട്രഡീഷനിൽ കൂട്ടായ്മയ്ക്കായി കൂടി വന്നാലും പരസ്യയോഗത്തിന് വാർഡ് കൺവെൻഷൻ എന്ന് പറഞ്ഞു കൂടിയാലും ആരാധന ആരാധന എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ തിരുവചനത്തിൽ വ്യത്യസ്തമായ ചില പദപ്രയോഗങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 26-ാം വാക്യത്തിൽ അവിടെ കൂടി വരുമ്പോൾ ആത്മീക വർധനവിനായി അവിടെ നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പൗലോസ് പ്രസ്താവിക്കുകയാണ്. 1 കൊരിന്ത്യർ 14:26. നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തന് സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, അതിന്റെ വ്യാഖ്യാനമുണ്ട്. സകലവും ആത്മീക വർദ്ധവിനായി ഉതരട്ടെ. കൂടി വരുമ്പോൾ അത് വെളിപ്പാടുണ്ട്, പ്രവചനമുണ്ട്, ഉപദേശമുണ്ട്, സങ്കീർത്തനമുണ്ട്, അന്യഭാഷ പറയുന്നെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനമുണ്ട്. ഇതെല്ലാം കൊണ്ട് ഉണ്ടാകേണ്ടത് ആത്മീക വർധനവ്. ഇന്ന് നമ്മുടെ കൂടിവരവുകളിൽ ഇതുണ്ടോ എന്ന് നമുക്ക് തന്നെ അറിയാം. എന്നാൽ ഇത് ഉണ്ടാകണം. വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ശുശ്രൂഷ അനുഭവങ്ങൾ നമുക്ക് തന്നെ ഓർമ്മ കാണും. കഴിഞ്ഞ ദിവസം ഞാനൊരു സഹോദരനുമായി സംസാരിക്കും പറഞ്ഞത്, വർഷങ്ങൾക്ക് മുമ്പൊക്കെ കൂട്ടായ്മ ചെന്നിരിക്കുമ്പോൾ ഭയത്തോടെയാണ് ഇരിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് ചില വെളിപ്പാടുകൾ ശുശ്രൂഷിക്കുന്ന ആളിന് നൽകും. അപ്പോൾ എന്നെക്കുറിച്ച് എന്തു പറയും? എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചനാത്മാവിൽ എന്തായിരിക്കും സംസാരിക്കുന്ന ഭയത്തോടിരിക്കും. ഇന്നാ ഭയമൊക്കെ പോയി. ഞാൻ പ്രവചിക്കുന്ന ചില ശുശ്രൂഷകളിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഒരാൾക്ക് ദൈവാത്മാവ് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് അതൊരു പ്രശ്നമേ അല്ല. കാരണം ഇതെല്ലാം ഒരു തട്ടിപ്പ് പ്രസ്ഥാനം പോലെ ആയിപ്പോയത് കൊണ്ടായിരിക്കണം. കള്ളപ്രവചനങ്ങൾ വളരെ ഉണ്ട് എന്നുള്ളതൊരു അങ്ങനെ യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ കൂടി വരുമ്പോൾ നമ്മളറിയാം, ആദിമസഭ കൂടി വരുമ്പോഴും അവിടെ നമ്മൾ വായിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 42-ാം വാക്യത്തിൽ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോ ഉപദേശം, അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ഉപദേശമാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കുവിൻ എന്നാണ് യേശു അപ്പോസ്തലന്മാരോട് കൽപ്പിച്ചത്. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകണം. അപ്പൊ കൂട്ടായ്മ, ആരാധന അത് ദൈവത്തിനുള്ളതാണ്. കൂട്ടായ്മ, പരസ്പരമുള്ള കൂട്ടായ്മ നമ്മുടെ ആത്മീക വർധനവിനുള്ളതാണ്. മറ്റൊരു പദപ്രയോഗം കൂടെ നമുക്ക് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എബ്രായർക്ക് ലേഖനം 10-ാം അധ്യായം 24-25 വാക്യങ്ങൾ. എബ്രായർക്ക് ലേഖനം
10-ാം അധ്യായം 24-25 വാക്യങ്ങൾ. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളു. സഭായോഗം അല്ല, ആരാധന യോഗമെന്നല്ല, സഭായോഗം. നമ്മൾ പൊതുവെ സഭായോഗം എന്ന് പറയുന്നത് ആരാധന കഴിഞ്ഞിട്ടുള്ള യോഗത്തിനാണ്. തിരുസഭായോഗം എന്നൊക്കെ പറയും. ജനറൽ ബോഡി, ഇംഗ്ലീഷിൽ അങ്ങനെയാണ് പറയാറുള്ളത്. ഞാൻ ചിലപ്പോൾ അതിനെക്കുറിച്ച് പ്രകാരം പറയാറുണ്ട്. ആരാധിക്കുന്ന സമയത്ത് ആരാധനയിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ബോഡി ഓഫ് ക്രൈസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞ് ജനറൽ ബോഡിയാണ്. ഏത് ബോഡി വെളിപ്പെട്ട് വരുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. പടയപ്പയോ അരിക്കൊമ്പനോ ചക്കരക്കൊമ്പനോ സിംഹം കടുവ പുലി കുരങ്ങ് ഇതെല്ലാം കൂടെ ഇളകി വരും. എൻ്റെ പിതാവ് ജനറൽ ബോഡി യോഗമൊക്കെ നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ കൂടി വരുന്നത് ഞായറാഴ്ച അല്ലെങ്കിൽ കർത്തൃദിവസം, ഞായറാഴ്ച എന്നുള്ളതിനേക്കാളും കർത്തൃദിവസം. യഹൂദന്മാർക്ക് ശബത്തായിരുന്നു, ശനിയാഴ്ചയായിരുന്നു. പുതിയ നിയമസഭ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ കൂടി വരുവാനായി അവർ പ്രത്യേകിച്ച് അതിനുവേണ്ടി മാറ്റിവെച്ചു. അപ്പോൾ നിങ്ങൾ കൂടി വരുമ്പോൾ, അതെ, സഭായോഗമായി കടന്നു വരുമ്പോൾ അവിടെ ഉണ്ടാകേണ്ടത് എന്താണെന്ന് വ്യക്തമായി അവിടെ പറയുകയാണ്. ഒരിക്കൽ കൂടെ ആ ഭാഗം ഒന്ന് വായിക്കാം. ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിക്കുവാൻ, തമ്മിൽ എക്സോർട്ടേഷൻ, ബുദ്ധി ഉപദേശിക്കാം. ക്രിസ്തീയ ജീവിതം ബുദ്ധിയോടെ ജീവിക്കേണ്ട ജീവിതമാണ്. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ പറയുകയാണ്, ഇത് ദുഷ്കാലമാണ്, അജ്ഞാനികളായിട്ടല്ലാതെ ജ്ഞാനികളായി നടപ്പാൻ നോക്കുവീൻ, ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. യേശു കർത്താവും ബുദ്ധിക്ക് വളരെ പ്രാധാന്യം നൽകിയിരുന്നു. എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യം, കേട്ടിട്ട് ചെയ്യാത്തവൻ വിശ്വാസിയായ മനുഷ്യൻ. എൻ്റെ ദൈവത്താൽ സകലവും സാധ്യം, ഞാൻ മണൽമേൽ പണിതാലും അത് നിൽക്കും. അപ്പോൾ തമ്മിൽ പ്രബോധിപ്പിക്കണം. കാരണം എബ്രായർക്ക് ലേഖനം 3-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എബ്രായർ 3:12 മുതൽ, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവീൻ. കാരണം ഇസ്രായേൽ ജനത്തിന് അതുണ്ടായി. അതാണ് മുകളിൽ സെപ്പറേറ്റ് പഴനിയോ ഭാഗം ഉദ്ധരിച്ചവിടെ പറയുക. എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ, ദൈവത്തിൻ്റെ വഴികളെ അറിയാത്തവർ, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ടും ശോധന ചെയ്തവർ. അതുകൊണ്ട് അവർക്ക് എന്ത് സംഭവിച്ചു? വാഗ്ദത്ത നാട്ടിൽ അവർക്ക് പ്രവേശനം കൊടുത്തില്ല. യോശുവയും കാലേബും ഒഴികെ ഫറവോന്റെ അടിമത്ത് പുറപ്പെട്ട തലമുറ മുഴുവനും മരുഭൂമിയിൽ വെച്ച് നശിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് പറയാണ്, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവിൻ. പാപത്തിന്റെ ചതിയാൽ, അടുത്ത വാക്യം, കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്നെന്ന് പറയുവോളം നാൾതോറും പരസ്പരം പ്രബോധിപ്പിക്കണം. പരസ്പരം പ്രബോധിപ്പിക്കണം. ദൈവമക്കൾ പരസ്പരം പ്രബോധിപ്പിക്കുന്നവരായിരിക്കണം. ഒരുപക്ഷെ എനിക്ക് കിട്ടുന്ന പ്രകാശനമായിരിക്കത്തില്ല മറ്റൊരു സഹോദരന് കിട്ടുന്നത്. അപ്പോൾ ആ പ്രകാശനം പങ്കുവയ്ക്കുക, അതിൽ ആനന്ദം കണ്ടെത്തുക, അതിൽ ബലപ്പെടുക, അതിലൂടെ ദൈവകൃപയിൽ ബലപ്പെടുക. നാൾ സമീപിക്കുന്നു എന്ന് തോന്നുവോളം ഇത് അധികമായി ചെയ്യേണ്ടതാണ്. വീണ്ടോട് അപ്പോൾ പ്രബോധനത്തിനും എബ്രായർ 10 നമ്മൾ വരികയാണ്. എബ്രായർ 10:24 ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും സ്നേഹത്തിനും എന്ന് അവിടെ സ്നേഹം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ദൈവസ്നേഹത്തിനും, വേദോസത്തിൽ സ്നേഹം എന്ന് പറഞ്ഞിരിക്കുന്നിടത്തെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവസ്നേഹത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇന്ന് സഭായോഗങ്ങൾ കൂടുമ്പോൾ, ഞായറാഴ്ച ആരാധനയ്ക്കായി കൂടി വരുമ്പോൾ സ്നേഹമുണ്ടോ? ദൈവസ്നേഹമുണ്ടോ?
ചിലപ്പോൾ തൊട്ടടുത്തിരുന്നത് ആരെന്ന് പോലും മുഖത്ത് നോക്കിയിട്ടുണ്ടാവില്ല. ആരാധന കഴിയുമ്പോൾ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചു എന്ന് പറഞ്ഞാണ് പോകുന്നത്. തൊട്ടടുത്തിരുന്ന് ആരെന്ന് പോലും അറിയുന്നില്ല. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. അപ്പോൾ എന്തിനാണ് ആഴ്ചയിൽ ഒരു ദിവസം കൂടി വരുന്നത്? ദൈവസ്നേഹം പങ്കുവയ്ക്കുവാൻ, സ്നേഹത്തിലും പ്രബോധനത്തിലും പിന്നെ സൽപ്രവർത്തികളിലും ഉത്സാഹം വർദ്ധിക്കാൻ. ബി കെയർഫുൾ, അന്യോന്യം സൂക്ഷിച്ചുകൊള്ളും. ഈ അന്ത്യനാളുകളിൽ സ്നേഹമില്ല, കുടുംബത്തിൽ സ്നേഹമില്ല, സഭയിൽ സ്നേഹമില്ല, സ്നേഹിക്കാൻ ആരുമില്ല, ദൈവസ്നേഹം കാണിക്കാൻ ആരുമില്ല. സൽപ്രവർത്തികൾ അതെ പരസ്യമാക്കാൻ ഇഷ്ടമാണ്. മറ്റുള്ളവർ ആവശ്യത്തിലിരിക്കുന്നവരെ അവരെ അപമാനിക്കുന്ന രീതിയിൽ ഒരു ചെറിയൊരു സഹായം ചെയ്യണമെങ്കിൽ അതൊരു വലിയൊരു പരസ്യം കൊടുക്കുക, ആരും അറിയാതെ. യേശു കർത്താവിന്റെ ഭാഷ പറഞ്ഞാൽ നിന്റെ വലം കൈ കൊടുക്കുന്ന ഇടം കൈ അറിയരുത്. അപ്രകാരം ഉള്ള ഒരു കൂട്ടായ്മയാണ് സഭായോഗം എന്ന് തിരുവചനം പറയുന്നു. അപ്പോൾ ആരാധനയോ, ആരാധന പേഴ്സണലാണ്. ഞായറാഴ്ച ആരാധനയ്ക്കായിട്ട് നമ്മൾ ഒരുമിച്ച് കൂടുന്നു എന്ന് പറയുമ്പോഴും നമുക്കറിയാം അതിൽ എത്ര സമയമാണ് നമ്മൾ ആരാധനയ്ക്കായി വേർതിരിക്കുന്നത്. അതിലൊരുപാട് ഘടകങ്ങളുണ്ട്. പരസ്യമുണ്ട്, കണക്ക് വായന കാണും, മിനിറ്റ് വായന കാണും, പ്രസംഗമുണ്ട്, സ്തോത്ര കാഴ്ചയെടുക്കുന്നതുണ്ട്. അപ്പോൾ ആരാധിക്കുന്ന ഒരു ഫസ്റ്റ് പാർട്ട് കുറച്ച് സമയം മാത്രമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്ന ആരാധന എന്ന് പറയുന്നത് പേഴ്സണലായിട്ട് ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന എൻ്റെ ദൈവം. അപ്പൊ എങ്ങനെ ഈ പേഴ്സണലായിട്ട് ആരാധിക്കാനായി കഴിയുന്നു? അതിനാണ് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ആത്മാവ് നമ്മിൽ ചെയ്യുന്നത്, എന്താണ് ദൈവത്തിൻ്റെ സത്യം നമ്മിൽ ചെയ്യുന്നത് എന്ന് നാം അനുഭവിച്ചറിഞ്ഞ് ആരാധിക്കുന്നതാണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. ദൈവാത്മാവ് നൽകിയ ഒരു പ്രയാസനമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. എന്താണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്? കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. സ്വതന്ത്രമാക്കുന്ന പരിശുദ്ധാത്മാവ്, സ്വതന്ത്രമാക്കുന്ന പരിശുദ്ധാത്മാവ്. എവിടെ സ്വാതന്ത്ര്യം നൽകുന്നത്? ഇന്ന് ശരീരത്തിൽ പലരും സ്വതന്ത്രരാണ്, ജഡത്തിൽ സ്വതന്ത്രരാണ്. അവർ ഇഷ്ടമുള്ളത് ചെയ്യുന്നു, അവരുടെ മനോവികാരങ്ങൾക്കനുസരിച്ച് അവർ ജീവിക്കുന്നു. ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും, എനിക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് പലരും പറയുന്നത്. എന്നാൽ ദൈവം നൽകുന്ന സ്വാതന്ത്ര്യമുണ്ട്. അത് ആത്മാവിൽ നൽകുന്ന സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതുമ്പോൾ 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. റോമർ 8-ന്റെ 2-ാം വാക്യത്തിൽ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക്, അവിടെ സ്പെസിഫിക് ആണ്, നമുക്കെന്നല്ല എഴുതിയിരിക്കുന്നത്, എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശു മുഖാന്തരം സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. പാപത്തിന്റെയും മരണത്തിന്റെയും ആ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിലൂടെ എനിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് അടിമയായിരുന്നു, പാപത്തിന് ഞാൻ അടിമയായിരുന്നു. പാപത്തിന്റെ ശമ്പളമായ മരണം എന്നിൽ വാണിരുന്നു. എൻ്റെ ആത്മാവ് മരിച്ചിരിക്കുകയായിരുന്നു. കർത്താവ് എന്നെ സ്വതന്ത്രനാക്കി. 8-ാം അധ്യായം തന്നെ നമുക്ക് 14, 15, 16 വാക്യം നാം ശ്രദ്ധിച്ചാൽ
8-ാം അധ്യായം, റോമർ 8-ന്റെ 14, 15, 16. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവ്, അങ്ങനെ ഒരു ആത്മാവുണ്ട്. നമ്മെ അടിമപ്പെടുത്തി വെക്കുന്ന, നമ്മെ ബന്ധിച്ചു വെക്കുന്ന ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന് ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അതെല്ലാവർക്കും ഉള്ള ആത്മാവല്ല. എല്ലാവർക്കും ഉള്ള ആത്മാവ് മനുഷ്യാത്മാവാണ്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടതിന് ആത്മാവിനാലുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു. ആ ആത്മാവിന്റെ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ദൈവമേ എന്നുള്ള വിളി, അതിനോടൊപ്പം അബ്ബാ പിതാവേ, ദൈവം എൻ്റെ പിതാവായി മാറി, സ്വർഗസ്ഥനായ പിതാവ്. മാത്രമല്ല അവിടെ വേറൊരു വലിയൊരു സാക്ഷിയും കൂടെ അവിടെ ഉറപ്പിക്കുകയാണ്. എന്താണ്? നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം പറയുന്നു. 16-ാം വാക്യം, റോമർ 8-16. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയും. നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയും. നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ ലഭിക്കുന്ന സ്വാതന്ത്ര്യം അത് കൂട്ടായ സ്വാതന്ത്ര്യമല്ല, പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഈ പേഴ്സണൽ എക്സ്പീരിയൻസ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം, പഴയ നിയമത്തിലെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവർ അഭിഷേകം പ്രാപിച്ചവരെന്ന് പറയുന്ന രാജാക്കന്മാരും പ്രവാചകന്മാരും പുരോഹിതന്മാരുമാണ്. ദാവീദ് അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണ്. താൻ പാപം ചെയ്തപ്പോൾ തനിക്ക് നഷ്ടപ്പെട്ടതും എന്താണെന്ന് തനിക്ക് ബോധ്യം വന്നു. പരിശുദ്ധാത്മാവ് നാഥാൻ പ്രവാചകനിലൂടെ മറ്റാരും അറിയാത്ത തൻ്റെ രഹസ്യമായ ആ വലിയ നീച പ്രവൃത്തി വെളിപ്പെടുത്തിയപ്പോൾ തൻ്റെ പ്രാർത്ഥനയിൽ താൻ നഷ്ടപ്പെട്ടുപോയ തൻ്റെ ആത്മീക അനുഭവങ്ങൾ തിരികെ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താണ്? 51-ാം സങ്കീർത്തനം 8-ാം വാക്യം, സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ, നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. ദൈവസന്നിധിയിൽ ആപ്പോടും സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ ആയിരുന്ന വ്യക്തി ഇപ്പോൾ ജഡീക സന്തോഷത്തിലായിരിക്കുകയാണ്. ആത്മസന്തോഷം നഷ്ടപ്പെട്ടു. പറയാണ്, നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ, എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. പിന്നെ പറയാണ്, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. കർത്താവേ, 15-ാമത്തെ വാക്യം, കർത്താവേ എന്റെ ആധരങ്ങളെ തുറക്കണമേ, എന്നാൽ എന്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പലരുടെയും ആദരം അടഞ്ഞിരിക്കുകയാണ്. ഈ ലോക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വാചാലമാകുന്നു. കൂട്ടായ്മ കഴിഞ്ഞുള്ള കാപ്പി കുടിയുണ്ട്, അവിടെ അട്ടഹാസമാണ്. ദൈവത്തിന്റെ വചനത്തിൽ ഒരു സ്തോത്രം പറയാൻ വാ തുറക്കാറില്ല, ഒരു ഹല്ലേലൂയ പറയാൻ വാ തുറക്കാറില്ല. കാരണം എന്താ? ആത്മാവിൽ സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ട് തന്നെ. ആത്മാവിൽ സ്വാതന്ത്ര്യമുള്ളൊരു വ്യക്തിക്ക് ദൈവ സാന്നിധ്യത്തിൽ അടങ്ങിയിരിക്കുവാനായി കഴിയത്തില്ല. ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായി. ഒരു സഭയില് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ അതിലുള്ള പ്രസക്ത ഭാഗങ്ങൾ അദ്ദേഹത്തെ വല്ലാത്ത ആവേശം കൊള്ളും. അത് അറിയാതെ സ്തോത്രം ഹല്ലേലൂയൊക്കെ പറഞ്ഞു ആരാധനയ്ക്കിരുന്നു. അപ്പോൾ ഒരു ദിവസം ആ സഭയിൽ ബിഷപ്പ് സന്ദർശനം വയ്ക്കുകയാണ്. അപ്പോൾ പള്ളിയിലെ അച്ഛൻ വന്ന് പറഞ്ഞു, സഹോദര, അടുത്ത ആഴ്ച നമ്മുടെ ബിഷപ്പ് വരികയാണ്, ദയവായി നിങ്ങൾ ഈ ആരാധനയ്ക്കിടയ്ക്ക് ഹല്ലേലൂയ സ്തോത്രം പറയുന്നതൊന്ന് ഒഴിവാക്കണം. ബിഷപ്പ് വല്ലതും വിചാരിക്കും. നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഞാൻ നിങ്ങൾക്കൊരു പുതിയൊരു ജോഡി ചെരുപ്പ് വാങ്ങിച്ചു തരും. അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് വളരെ വളരെ പഴക്കം ചെന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയും, ഓക്കെ ഓക്കെ ഓക്കെ. അദ്ദേഹം അടുത്ത ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നു. ബിഷപ്പായിരുന്നു അതിൻ്റെ പ്രധാന സന്ദേശമൊക്കെ നൽകിയത്.
ഇങ്ങനെ കടിച്ചു പിടിച്ചിരുന്നു. ഇദ്ദേഹത്തിന് സ്തോത്രം പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഒടുവിൽ അദ്ദേഹം അങ്ങ് ഉറച്ചു പറഞ്ഞു, എനിക്ക് ചെരുപ്പ് കിട്ടിയില്ലെങ്കിലും വേണ്ടൂല, ദൈവത്തിന് സ്തോത്രം. അപ്പോ ഇതാണ് ആത്മസന്തോഷം എന്ന് പറയുന്നത്. ദൈവത്തോടുള്ള ആ സ്നേഹം, ദൈവവചനത്തിന്റെ ശക്തി അനുഭവിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അതാണ് ആരാധന. ദൈവം നമ്മോട് ഇടപെടുമ്പോഴുള്ള അതിൻ്റെ പ്രതികരണമാണ് ആരാധന. നമുക്കറിയാം, പരിശുദ്ധാത്മാവ് കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പ്രവർത്തിച്ചു. പത്രോസ് കാറാക്കി കൊണ്ടുപോയ പ്രസംഗം മുഴുവനും പത്രോസിന് പ്രസംഗിക്കാൻ പറ്റിയില്ല. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രസംഗം അവസാനിക്കുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവിനാൽ അവിടെ നിറയുകയാണ്. ജാതികളുടെ മേൽ ആദ്യമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന സമയം നോക്കുക. നമ്മളവിടെ വായിക്കുമ്പോഴേ അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 42-ാമത്തെ വാക്യം മുതൽ 44 മുതൽ ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം ശ്രദ്ധിച്ച എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് എങ്ങനെയെങ്കിലും ഇരിക്കുന്നവരുടെ മേൽ വരില്ല. സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കുക. മഹത്വീകരിക്കാൻ തുടങ്ങിയ അവിടെ വേറെ പ്രേരണയൊന്നുമില്ല. ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ അവരെ സ്വതന്ത്രമാക്കി. അവർ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. ആത്മാവിലുള്ള ആരാധന. എന്താണ് സത്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്? യേശു കർത്താവ് പറഞ്ഞ് നമുക്ക് നോക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ എഴുതിയെടുക്കുന്നവർ 31 മുതൽ 44 വരെ എഴുതിയെടുക്കണം. അത്രയും പറയാനുള്ള സമയം നമുക്കില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ. നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായ എന്റെ ശിഷ്യന്മാരായി സത്യമറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. അപ്പൊ ഈ സ്വാതന്ത്ര്യം എല്ലാവരും ഇഷ്ടപ്പെടുന്നതല്ലേ? പക്ഷെ യേശു പറഞ്ഞ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ വിശ്വസിച്ചവരാണ് പറയുന്നത്. വിശ്വസിച്ചവർ പറയുകയാണ്, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്, ഞങ്ങൾ ആർക്കും അടിമകളായിരുന്നിട്ടില്ല, ദാസന്മാരായിരുന്നിട്ടില്ല, പിന്നെ ഞങ്ങൾ സ്വതന്ത്രമാകും. നീ പറയുന്നത് എങ്ങനെ? യേശു ഡയറക്റ്റായിട്ട് പറയുകയാണ്. ഇത് പാരമ്പര്യത്തിന്റെ ക്രമമല്ല, എൻ്റെ അപ്പൂപ്പനാരെന്നുള്ളതല്ല ഇവിടെ വിഷയം. പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാണ്. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനാണ് വീട്ടിൽ വസിക്കുന്നത്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഇത് കേട്ടപ്പോൾ അവർക്ക് വല്ലാത്ത ദേഷ്യം വന്നു. യേശുവിനെ മോശം വാക്കുകളൊക്കെ പറഞ്ഞു. ഞങ്ങൾ നിന്നെ പോലെ പരസംഗത്താൽ ജനിച്ചതല്ല, ഞങ്ങൾക്ക് അപ്പനും അമ്മയൊക്കെ ഉണ്ട്, ഞങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ, ദൈവമാണ് ഞങ്ങളുടെ പിതാവ്. യേശു പറഞ്ഞു, ദൈവം നിങ്ങളുടെ പിതാവായിരുന്നുവെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കുമായിരുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുവാൻ, നിങ്ങളോ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ എന്ന് യേശു കർത്താവ് പറയുകയാണ്. സ്വാതന്ത്ര്യം, സത്യത്താൽ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ദൈവത്തിന്റെ വചനം സത്യമാണ്. ആ വചനം നമ്മെ സ്വതന്ത്രമാക്കുന്നതാണ്. അപ്പോ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാന്ന് പറയുമ്പോൾ ആത്മാവിനാലും സത്യത്താലും സ്വതന്ത്രമാക്കപ്പെട്ട ഒരു ആത്മീക ജീവിതം, അത് പേഴ്സണലാണ് എന്ന് നമ്മൾ അറിയണം. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതുമ്പോൾ 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു. കൊലോസ്യർ 1:12 മുതൽ, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടിവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കുവെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. ഇതാണ് ആരാധന. ഞാൻ ഇരുട്ടിന്റെ അധികാരത്തിലായിരുന്നു, സാത്താന്റെ അധികാരത്തിലായിരുന്നു. കർത്താവിനെ വിടുവിക്കുക മാത്രമല്ല, വിടുവിച്ചങ്ങ് വിട്ടില്ല, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചു. അതാണ് ഭക്തന് ഇങ്ങനെ പാടുന്നത്. നിൻ രാജ്യത്തിൻ ഒരന്യനായി
ഭൂമിയിൽ ഞാൻ ഉഴന്നു, നീ വന്നതാലെ ധന്യനായി പ്രവേശനം നീ തന്നു. യേശുവേ നീ സ്വർഗത്തിൽ എൻ നാമം എഴുതി, ആരും എടുക്കാത്ത ഈ ഭാഗ്യം എൻ സന്തോഷം. ഓ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക, ഈ സ്വാതന്ത്ര്യം, ഇത് നമ്മുടെ മനസാക്ഷിയെ കൂടെ ക്ലിയർ ചെയ്യുന്നതാണ്. അതാണ് എബ്രായർക്ക് ലേഖനത്തിൽ വളരെ സുപ്രധാനമായ ഒരു വാക്യമുണ്ട്. ആരാധനയെ സംബന്ധിക്കുമ്പോൾ ആ വാക്യം പ്രതിപാദിക്കാതെ വിടുന്നത് ശരിയല്ല. എബ്രായർക്ക് ലേഖനം 9:14 യേശു കർത്താവിന്റെ കാൽവരി യാഗത്തെക്കുറിച്ച് അവിടെ പറയുകയാണ്. എബ്രായർ 9:14 നിത്യാത്മാവിനാൽ പിതാവായ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം, ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. മനസ്സാക്ഷി ക്ലിയർ ആയിരിക്കണം, ഹൃദയം ക്ലിയർ ആയിരിക്കണം. അവിടെയുള്ള നിർജീവ പ്രവൃത്തികൾ, ജഡത്തിന്റെ പ്രവൃത്തികൾ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടണം. അത് ദിനംതോറുമുള്ള ഒരു പ്രക്രിയയാണ്. ദിനംതോറും രക്ഷിതാവിൻ പക്ഷത്തിൽ നടന്നിടുന്നോ നീ ശുദ്ധിയിൽ, ആശ്വസിക്കുന്നു എപ്പോഴും ക്രൂശാതിൽ കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ഇത് സ്വയം പാടുന്നതാണ്. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, ആത്മശുദ്ധി ചെയ്യും രക്തത്തിൽ. സ്വന്തം ആത്മാവിനോട് ചോദിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ പറയുന്നില്ലേ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ യഹോവ അവന്റെ വിശുദ്ധാമത്തെ വാഴ്ത്തുക, എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ. നീ പാപരോഗത്താൽ വലഞ്ഞു, തെല്ലും ആശയില്ലാതെ അലഞ്ഞു, ഭാരം കേണിടുമ്പോൾ തിരുമേനി അതിൽ നിന്റെ വ്യാധിയെല്ലാം വഹിച്ചു. നമ്മുടെ ഉള്ളത്തോട് നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞ്, ആത്മീയ സത്യം പറഞ്ഞ്, ആത്മാവിൽ പറഞ്ഞ് ആ വലിയ ആനന്ദത്തിൽ ജീവിക്കുന്നതാണ് ആരാധന 24/7. കാരണം പഴയ നിയമത്തിൽ സ്ഥലത്തിനാണ് പ്രാധാന്യമായിരുന്നത്. പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞു ആത്മാവിലും സത്യത്തിലും. ആ മലയിലുമല്ല, യെരുശലേമിലുമല്ല. നമ്മുടെ ശരീരമാണ് ദൈവത്തിന്റെ ആലയം. നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ച് ജീവിക്കുന്നതാണ് ബുദ്ധിയുള്ള ആരാധന. റോമർ 12:1 സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സരി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കരുത്. നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ വസ്ത്രധാരണം, നിങ്ങളുടെ ജീവിത ശൈലി ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി ഈ ദുഷ്ടലോകത്തിൽ നമ്മൾ ജീവിക്കേണ്ടിയിരിക്കുന്നു. ഒരു വാക്യം കൂടെ, ഫിലിപ്പിയർ 3:3 ആരാധനയെക്കുറിച്ച് പൗലോസ് പറയുന്ന ശ്രേഷ്ഠകരമായ ഒരു സ്റ്റേറ്റ്മെന്റാണ്. ഫിലിപ്പിയർ 3:3 ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാമാണ് യഥാർത്ഥ പരിച്ഛേദനക്കാർ. എന്താണ്? ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവത്തെ ആരാധിക്കണം. കാരണം ദൈവത്തിന്റെ ആത്മാവാണ് നമുക്ക് ആ പ്രകാശനം തരുന്നത്. നമ്മുടെ ബുദ്ധി കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ല. ഇതൊരു ആത്മീകമായ ഒരു വലിയൊരു പ്രോസസ്സാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. പ്രശംസ മുഴുവൻ യേശുക്രിസ്തുവിലാണ്. യേശുക്രിസ്തുവിലാണ് നമുക്ക് പിതാവായ ദൈവമായിട്ട് നമുക്ക് ബന്ധം ലഭിച്ചത്. യേശുക്രിസ്തുവിലാണ് നമുക്ക് വീണ്ടെടുപ്പ് ലഭിച്ചത്. പിതാവായ ദൈവമാണ് നമ്മെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചത്. ആ മഹാസ്നേഹം, പ്രശംസ മുഴുവനും യേശുക്രിസ്തുവിൽ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പിതാവിനെ നമസ്കരിക്കുന്നു, പിതാവിനെ ആരാധിക്കുന്നു. ഇതാണ് തെറ്റിപ്പോകാതിരിക്കാൻ. കാരണം ഇന്ന് പല രീതിയിൽ ചിലപ്പോൾ ചിലർ പരിശുദ്ധാത്മാവിന് മാത്രം ഹൈലൈറ്റ് കൊടുക്കുന്നു, ചിലർ യേശുവിന് മാത്രം ഹൈലൈറ്റ് കൊടുക്കുന്നു, ചിലർ പിതാവിന് മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നു. അങ്ങനെ യഹോവാസാക്ഷികൾ, യേശു നാമക്കാർ, പിന്നെ പരിശുദ്ധാത്മാവിന് മാത്രം ഇല്ല. ഇത് ആ ട്രയൂൺ ഗോഡ് കംപ്ലീറ്റ് വർഷിപ്പിലുണ്ട്.
അപ്രകാരമുള്ള ആത്മസ്വാതന്ത്ര്യത്തോടെ, ആത്മസന്തോഷത്തോടെ ഈ ദുഷ്കാലത്തിൽ, ഈ ദുഷ്ടലോകത്തിൽ ദൈവത്തെ ആരാധിച്ച് ആത്മാവിൽ സന്തോഷിച്ച് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദുഃഖങ്ങളും നെടുവീർപ്പുകളും ഭയങ്കര സംഭവങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അന്ത്യകാലം, ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. ദുർഘട സമയങ്ങളാണിപ്പോൾ. ഭയങ്കരമായ പ്രതീക്ഷിക്കാത്ത വലിയ 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 അനർത്ഥങ്ങളും വിപത്തുകളും രക്തവും തീയും പുകയാവിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പതറാതെ ഇടറാതെ നമുക്ക് ദൈവം നൽകിയ വിശ്വാസത്തിലും പ്രത്യാശയിലും ആ സ്നേഹത്തിലും നിലനിൽക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ ചിന്തകളാൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെ ദൈവം പരിശുദ്ധാത്മാവ് നയിക്കുമാറാകട്ടെ. ആമേൻ.